ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വറക്കാനെടുക്കുന്ന ചക്ക വരിക്കയായാലും കോഴിയായാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഒത്തിരി അങ്ങ് മൂത്ത് പോവാത്ത സ്റ്റേജിൽ വേണം ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ കൂഴച്ചക്കയുടെ ഉപ്പേരിയാണ്. ഇത് കൂഴച്ചക്ക ചിലർ വിചാരിക്കും കൂഴച്ചക്കയൊന്നും ഉപ്പേരി ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന്. പക്ഷേ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോളും, ഒരു കുഴപ്പമില്ല. ഇത് വറുത്ത് നമുക്ക് നാളുകളോളം സൂക്ഷിച്ച് വയ്ക്കണേനും കുഴപ്പമില്ല. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി ചക്ക ഉപ്പേരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എപ്പോൾ തീർന്നു എന്ന്, പാത്രം എപ്പോൾ കാലിയായി എന്ന് നോക്കിയാൽ മാത്രം മതി. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചക്ക വെട്ടി ഒരുക്കിയെടുക്കാം. ചക്കയുടെ മുളിഞ്ഞി അല്ലെങ്കിൽ ചക്കപ്പശ കളയുന്നതിന് ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ചക്കപ്പശ വെച്ച് ഉപ്പുമാങ്ങ വരണി, കടുമാങ്ങ വരണിയും ഒക്കെ സീൽ ചെയ്യാറുണ്ട് ഞങ്ങളിവിടെ. ചക്കച്ചുളകളെല്ലാം ചക്കമടലിൽ നിന്ന് ഉരിഞ്ഞെടുത്ത് ചവണി മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ ഉപ്പേരി വറക്കാനുള്ള ചക്ക ഇവിടെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറക്കാൻ പാകത്തിന് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത്രയും ചക്കയുണ്ട്, അപ്പോൾ അതൊന്ന് ഞാൻ അരിഞ്ഞെടുക്കാം. അരിയണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചക്കയുടെ ഈ ഭാഗം ഇത്തിരി കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അത് മുറിച്ച് മാറ്റാം. മുറിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഭാഗവും നല്ല കട്ടിയുള്ളതായിരിക്കും, അതൊന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ ഉപ്പേരിക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ചക്ക ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, വറക്കാൻ പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് വറുത്തെടുക്കാം. ബാക്കിയുള്ളത് ഇത് വറുത്തെടുക്കുന്ന ആ സമയം കൊണ്ട് ബാക്കിയുള്ളത് നന്നാക്കി എടുക്കാം. ഇത് കുറച്ച് ഉപ്പാണ്, കുറച്ച് ഉപ്പ് നീര് ആണ് ഞാനിവിടെ എടുക്കുന്നത്. ചക്ക ഉപ്പേരിക്ക് കുറച്ച് ഉപ്പ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കി വയ്ക്കുക. ഒരു ട്രിപ്പ് വറക്കാനുള്ള ചക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പ് നീര് പുരട്ടിയാണ് ഞാൻ എണ്ണയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇടാനുള്ള അത്രയും ഒന്ന് മാറ്റി എടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് നീര് തളിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ചക്കയിലും നന്നായിട്ട് ഇത് പിടിച്ചോളും, ഉപ്പ് പിടിച്ചോളും. വറക്കാൻ ഉരുളി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം.
ചക്ക എണ്ണയിലേക്ക് ഇട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ചക്ക ഉപ്പേരി റെഡിയായി തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇളക്കെത്താതെ കിടക്കുന്ന ഭാഗത്തുള്ളതൊക്കെ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു പോകും. നമ്മുടെ ചക്ക ഉപ്പേരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ശബ്ദത്തിന് തന്നെ നല്ലൊരു വ്യത്യാസം വരും. ഇതുപോലുള്ളൊരു നല്ലൊരു കലകലാന്നുള്ളൊരു ശബ്ദം വരും ഫ്രൈ ആയി കഴിയുമ്പോൾ. ഉപ്പേരി പാകമായോ എന്ന് അറിയാനായിട്ട് ഒരെണ്ണെടുത്തൊന്ന് ഒടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമുക്കിതിനെ ഇനി കോരിയെടുക്കാം. ചക്ക ഉപ്പേരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഒടിച്ചു നോക്കിയാൽ അറിയാം. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചക്കയുടെ കടയും തുമ്പൊക്കെ മുറിച്ച് മാറ്റിയത് ഇത്രയുണ്ട്. ഇതിനെ ഒന്ന് വേവിച്ച് നമുക്ക് എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ കറിയോ അങ്ങനെ പുഴുക്ക് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് ഇത്രയും ഭാഗമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയാണ് ഈ ഭാഗത്തിന്. അപ്പോൾ മൊരിഞ്ഞ് വരാനായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ വരാൻ ഇത്തിരി താമസം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ അറ്റമൊക്കെ ഞാനിവിടെ ഇതുപോലെ മുറിച്ച് കളഞ്ഞിട്ടാണ് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചക്ക ഉള്ള സമയത്താണ് ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.